ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്ലാനർ എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാനർ ഞാൻ ഫാക്ട് നോട്ട്സിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പിക്ചർ വെക്കാമെന്ന് ഫ്രണ്ടിൽ. ഈ ഇൻസ്റ്റാക്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് നാളാവുന്ന ഇതെൻ്റെ മുന്നിലത്തെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് പഴയൊരു പിക്ചറാണ്. അത് വെച്ച് നോക്കിയപ്പം അതവിടെ സെറ്റാവുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ച് സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് January 3-നാണ്. ക്രിസ്മസ് കഴിയണതിന് മുന്നേ പെട്ടെന്ന് ന്യൂ ഇയർ എത്തി. ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് കഴിയണതിന് മുന്നേ ന്യൂ ഇയർ എത്തി. അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ക്ഷീണം കാരണം 2 ദിവസം പോയ വഴി ഇറങ്ങില്ല. അങ്ങനെ January 3 ലാസ്റ്റാണ് ഞാൻ ഈ പ്ലാനർ എടുക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റും സെക്കൻഡൊക്കെ പ്ലാൻസ് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പേജസൊന്നും ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഫില്ലാക്കി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാനിത് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഫസ്റ്റ് ഡേക്ക് മുന്നേ തന്നെ ഈ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജ് കുറേ പേജസ് ഇല്ലേ, പ്ലാൻസും കാര്യങ്ങളും വിഷൻ ബോർഡും ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ സെറ്റാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. വിഷൻ ബോർഡൊന്നും ഞാൻ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ടോപ്പ് 5 ഗോൾസൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേയ്സ് ടു റിമെമ്പർ ആണ്. അപ്പം അതിൽ എനിക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുവാണ്. അടുത്ത് നമ്മുടെ വിഷൻ ബോർഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ ഇവിടെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ വിഷൻ ബോർഡ് സെറ്റാക്കി എടുക്കാം. ആദ്യം ഞാനിതെല്ലാം ഒന്ന് കട്ടാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വലുതായിപ്പോയി. അത് കാരണം ഞാൻ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതി കൊടുത്തിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്ന ഡു ഇറ്റ് ഫോർ യുവർ സെൽഫിന് എന്തോ ഒരു അപാകത പോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും ഒരെണ്ണം എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിഷൻ ബോർഡിൽ ഓരോരോ പിക്ചേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുവാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഒരുവിധം അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഇങ്ങനെ ബാക്കി വരുമല്ലോ പിക്ചേഴ്സിൻ്റെ, കട്ട് ചെയ്തിട്ട് അത് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ 2025 എന്ന് എഴുതി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വിഷൻ ബോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കൊളാഷൊക്കെ ചെയ്തു, പക്ഷേ എന്തോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് പേജ് വന്നിട്ട് നമ്മുടെ ഓവർവ്യൂ ഒക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ പ്ലാനർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. അപ്പം ഞാനെന്താ ഓവർവ്യൂ ഒക്കെ എഴുതി നമ്മുടെ ബ്ലൂ പ്രിൻ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയും കുറേയൊക്കെ എഴുതാനുണ്ട്. എന്തായാലും ഇന്നത്തേക്കിനി വയ്യ, ബാക്കി നാളെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേ, അപ്പോൾ ഇന്ന് January 4 നൈറ്റാണ്. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാലൻസ് ഇന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഓവർവ്യൂ എഴുതിയതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ ജസ്റ്റ് അതൊന്ന് കളർ ചെയ്ത് എനിക്ക് പണികളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് January 1 തുടങ്ങാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മളിത് സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, നമ്മളിത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, നമ്മളെ കൂളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ മെൻ്റൽ സ്ട്രെസ് എടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം ഞാനിത്
എന്തുവാ ബ്ലൂ പ്രിൻ്റൊക്കെ റെഡിയാക്കി ഒരു റോഡ് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓരോരോ മന്ത് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനതൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഇത്തവണത്തെ പേപ്പറാണ്, ഇത് കഴിഞ്ഞ വർഷത്തെ പേപ്പറാണ്. അത് കറക്റ്റായിട്ട് പീലായി വരും. ഇത്തവണത്തെ പേപ്പർ ഒന്നും കറക്റ്റായിട്ട് പീലായി വരത്തില്ല. അതുപോലെ ക്വാളിറ്റി നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പ്ലാനറിൻ്റെ പേപ്പറും കുറച്ച് കട്ടി കുറവായിട്ട് തോന്നി. ഇത്രയും കാശൊക്കെ കൊടുത്ത് ആദ്യമായിട്ടാണ് പ്ലാനർ സെറ്റൊക്കെ വാങ്ങുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുവാണ് ഓരോരോ പേജസായിട്ട്. ഫ്യൂച്ചർ സെൽഫിന് ലെറ്ററൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പേജസും ഇങ്ങനെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂളാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റ് പ്ലാനൊന്നും എഴുതിയിട്ടില്ല. മീൽ പ്ലാനും അതൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം ഞാനതൊന്നും കറക്റ്റായിട്ട് ചെയ്യില്ല. പിന്നെ മൂഡ് ട്രാക്കറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ മൂഡ് ട്രാക്കർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇന്നൊരു ഓക്കേഷ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഓക്കേക്ക് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 3 ദിവസമായിട്ട് എൻ്റെ ഡെസ്കിൻ്റെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനിനി അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജേണൽ സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ട് ജേണലിൻ്റെ ബാക്കിൽ തന്നെ നമുക്കൊരു പൗച്ച് പോലെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടേബിൾ ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ നമ്മുടെ ഓർഗനൈസറിൽ പറക്കി ഒതുക്കി വയ്ക്കാം. എന്തായാലും ഓർഗനൈസർ ചെയ്തതിന് ശേഷം സ്റ്റിക്കേഴ്സിൻ്റെ ഓട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.